മനസ്സിലാക്കാൻ സാധിച്ചത്. വീട്ടിൽ നിന്നും കാണാൻ സാധിക്കാത്ത ആളുകൾക്കാണ് ഇവിടെ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്നതിന് വേണ്ടി ഈ ശ്മശാനത്തിലാണെങ്കിലും നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. കുട്ടി അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ഈ കല്യാണിക്കുട്ടിയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നിരവധി പേരാണ് ഈ പൊതു ശ്മശാനത്തിൽ അടക്കം എത്തിയിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകളടക്കം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കളടക്കം തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബന്ധുക്കളടക്കം ഓരോരുത്തരായി ഇപ്പോഴും അവസാനമായി കല്യാണെ കാണുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും കണ്ണ് നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ ഇങ്ങനെ അവസാനമായി, അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവസാന യാത്രയയക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടിയുടെ അച്ഛനടക്കം ഇപ്പോഴും എത്തിയിട്ടുണ്ട്, സ്ഥലത്തെത്തിയിട്ടുണ്ട്. പൊതുശ്മശാനത്തിൽ കുട്ടിയുടെ അച്ഛനും വികാരഭരിതമായിട്ടുള്ള സാക്ഷ്യം കൈക്കൊണ്ടിരിക്കുന്നത്. ആർക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു എല്ലാവർക്കും ഈ 3.5 വയസ്സുകാരിയായിട്ടുള്ള കല്യാണി. ആ നിമിഷങ്ങൾ തന്നെയാണ് ഈ കാണാൻ സാധിച്ചത്. നമ്മളിവിടെ വന്നപ്പോൾ മുതൽ തന്നെ കാണാൻ സാധിച്ചതും അത് തന്നെയാണ്. കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ഓരോരുത്തരും ഒരു അത്രത്തോളം വിഷമത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ 3.5 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ഇത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ ഇതുപോലൊരു മരണം ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കാത്ത, അല്ലെങ്കിൽ ആരും വിചാരിക്കാത്ത ഒരു സംഭവമാണ്. സ്വന്തം അമ്മയുടെ കയ്യിൽ കൊണ്ട് തന്നെ കുട്ടി കൊല്ലപ്പെടുന്നു എന്നുള്ളത് അതിദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. സ്വന്തം അമ്മയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. പുഴയിൽ വലിച്ചെറിഞ്ഞ് ഈ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. അതെല്ലാം തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ എത്രത്തോളം ആളുകളായിരുന്നു വന്നത്,